Good afternoon, all. Good afternoon, Miss. Can you certain നോക്കിയോ എല്ലാവരും? Can you certain നോക്കിയോ? Good afternoon, ma'am. എന്തുപറ്റി? നാളില്ലല്ലോ. 9 പേരുള്ളല്ലോ. Can you certain നോക്കിയോ എല്ലാവരും? മിസ് എടുത്ത് നോക്കിയോ? മഴ ഇപ്പൊ നിന്നിട്ടുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. എങ്ങനെയുണ്ട്? അവിടെയൊക്കെ ഉണ്ടോ? മഴയുണ്ടോ? ഇവിടെ ഇപ്പൊ നിർണ്ണയിക്കാണ് മഴ. രാവിലെയൊക്കെ നല്ല മഴയും ഇരുണ്ടൊക്കെ ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? മിസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് എടുക്കാലോ, നെക്സ്റ്റ് എടുക്കാലോ. നമ്മ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഏറ്റവും നമ്മളെന്താണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ചെലവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ പല തൊഴിലുടമകളും നമ്മുടെ പല എംപ്ലോയേഴ്സും നടപ്പിലാക്കുന്ന വ്യത്യസ്ത തരം എന്താണ് വ്യവസ്ഥകളും രീതികളാണ് അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 2 എണ്ണം പറഞ്ഞു അല്ലെ. എന്താണ്? പണമൊഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഭരണപരമായ ചെലവുകൾ കുറയ്ക്കുന്നതിനും വേണ്ടി എന്താണ് സഹായകമായിട്ടുള്ള അതർ ഓൾട്ടർനേറ്റ് ഫണ്ട് കളക്ഷൻ അല്ലെ. എന്താണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ അല്ലെ, ഗ്രാന്റുകള്, അങ്ങനെയുള്ള ഫണ്ടുകള്. കൂടാതെ എന്താണ് നമ്മൾ എംപ്ലോയീസിന് പല ബെനിഫിറ്റ്സുകൾ എന്ത് കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് നമ്മൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കാറുണ്ട് അല്ലെ, അവരെ കോൺട്രിബ്യൂഷൻ പോലെ. അപ്പൊ അങ്ങനെ എന്താണ് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ആ ഫണ്ട് അവര് മറ്റ് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിവൈസിങ് എ കോമ്പറ്റേറ്റീവ് ബിഡിങ് അല്ലെ. എന്ന് വെച്ചാല് നമ്മുടെ തേർഡ് പാർട്ടീസ് അതല്ലെങ്കിൽ ഇൻഷുറൻസുകാരൊക്കെ എന്ത് ചെയ്യും? ചെറിയ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ പൈസ ക്ലെയിം ചെയ്യില്ലേ?
ചില എന്താണ് ഇൻഷുറൻസ് കമ്പനിയൊക്കെ 5 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും നമുക്ക് ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ചില മറ്റ് എന്താണ് കോമ്പറ്റേറ്റീവ് പോലെ അല്ലെ, മത്സരത്തിന്റെ ഇതിലെന്ത് ചെയ്യും, അവരെ ക്ലെയിം എടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്കാര് കുറഞ്ഞ പൈസക്ക് കൂടുതൽ ക്ലെയിം കൊടുക്കില്ലേ? മനസ്സിലായോ? മനസ്സിലായോ? കോമ്പറ്റേറ്റീവ് ബിഡിംഗ്, അതായത് ബിഡിംഗ് എമംഗ് ദ ഇൻഷുറൻസ് ഫേം ആൻഡ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിച്ച് ക്യാൻ റെഡ്യൂസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. നമ്മുടെ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനി മാത്രമേ ഉള്ളൂ നമ്മുടെ ചുറ്റും? ആണോ? ഇൻഷുറൻസ് കമ്പനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ? അല്ല അല്ലെ, ഒരുപാട് ഇൻഷുറൻസ് കമ്പനിക്കാരുണ്ട് അല്ലെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ്, അവര് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും നമ്മ മാസം മാസം പേയ്മെന്റ് നടത്തുന്നത് ഒരേപോലെയാണോ? സെയിം എമൗണ്ട് ആണോ? അല്ല അല്ലെ, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, കുറഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു ക്ലെയിം തുകയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ പൈസ ഈടാക്കിയിട്ട് അവർക്ക് കൂടുതൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ്, നമുക്ക് അങ്ങനെയുള്ള കമ്പനികളെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പൈസ പേയ്മെന്റ് നടത്തേണ്ടി വരുന്നുണ്ടോ? നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇപ്പൊ എന്താണ്, ഒരു 1200 രൂപ മാസം മാസം പേയ്മെന്റ് നടത്തണം ഒരു ഇൻഷുറൻസ് കമ്പനിക്ക്. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു 500 ചില്ലാൻ രൂപ മാസം പേയ്മെന്റ് നടത്താൻ മതി. പക്ഷെ അവര് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പനി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഈ രണ്ട് കമ്പനിയിലോ ഏത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? രണ്ടാമത് പറഞ്ഞതായിരിക്കും അല്ലെ, കുറവുള്ളത് സെക്കൻഡ് വൺ ആയിരിക്കില്ല. അതിലെങ്ങനെയാണ്, കുറഞ്ഞ പൈസ നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി, കൂടുതൽ പൈസ നമുക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെ, ക്ലെയിം ആയിട്ട് കൂടുതൽ പൈസ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തമ്മിലുള്ള ഈ മത്സരങ്ങള് കൊണ്ടുവരുമ്പോൾ എന്താണ്, അത് ആ ഒരു ഓർഗനൈസേഷന് ലാഭമാണോ? ആണോ? ആണോ? അവരെന്ത് ചെയ്യും, ആ സെക്കൻഡ് വൺ ചൂസ് ചെയ്യല്ലേ. ഒരു 10 എംപ്ലോയീസിന് സെക്കൻഡ് വൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് പൈസ അവർക്ക് ലാഭമല്ലേ കിട്ടുന്നത്. ഫസ്റ്റ് വൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 1200 രൂപ വെച്ചെടുക്കണം. ഇതാവുമ്പോ എത്ര മതി, 500 ചില്ലാൻ രൂപ മതി അല്ലേ. അവർക്ക് പകുതി പൈസ ലാഭമാണോ? അപ്പൊ ആ ഒരു ഇൻഷുറൻസ് അവർക്ക് നമ്മൾ എന്താണ് എംപ്ലോയീസിന് കൊടുക്കുന്ന ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് പറയുന്നത്, എന്താണ്, നമ്മുടെ ഇൻഷുറൻസ് ഫേമുകാരും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ് തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ അല്ലെ, മത്സരത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയേഴ്സിന് അല്ലെ, തൊഴിലുടമയ്ക്ക് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് employees assistance and wellness program which can control future medical claims and reduce absenteeism. എപ്പോഴാണ് നമുക്ക് എംപ്ലോയീസിന് മെഡിക്കൽ ക്ലെയിം കൊടുക്കേണ്ടി വരുന്നത്, അനുവദിക്കേണ്ടി വരുന്നത്? അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെ, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ? ആണോ? ആണ് അല്ലെ, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള റിസ്കുകള് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമ്മുടെ എംപ്ലോയീസിന് വരാൻ സാധ്യതയുള്ള റിസ്കുകൾ കുറച്ചു കഴിഞ്ഞാല് അതിനു വേണ്ടുന്ന വെൽനസ് പ്രോഗ്രാമുകള് എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെ, എംപ്ലോയീസിനെ സഹായിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് എംപ്ലോയീസിന്റെ മെഡിക്കൽ ക്ലെയിംസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ?
എംപ്ലോയീസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ ക്ലെയിം കൊടുക്കാലോ. ആണോ? ഇപ്പൊ വലിയ വലിയ മെഷീനറീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എങ്ങനെയായിരിക്കും? വലിയ വലിയ മെഷീനറീസ് ഒക്കെ വെച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അപകട സാധ്യത കൂടുതലാണോ? കൂടുതലാണോ? ആണ് അല്ലെ? അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൂടുതലായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടാക്കാം അല്ലെ? ആ ഒരു എന്താണ് മെഷീനറീസിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയില് കൂടുതൽ സേഫ്റ്റി മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാല് ഈ മെഡിക്കൽ ക്ലെയിം നമുക്ക് കുറയ്ക്കാലോ. കുറച്ചുകൂടെ അതുമൂലം ഉണ്ടാകുന്ന എംപ്ലോയീസിന്റെ ആബ്സെന്റീസം കുറയ്ക്കാലോ. ഈ അപകടങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ആബ്സെന്റീസം കുറയ്ക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഫ്യൂച്ചറിൽ ഭാവിയിൽ അതായത് എംപ്ലോയീസിന് നമുക്ക് കൊടുക്കുന്ന മെഡിക്കൽ ക്ലെയിമുകൾ കൺട്രോൾ ചെയ്യുന്നതിനും അവരെ ആബ്സെന്റീസ് അല്ലെ അവര് ജോലിക്ക് ഹാജരാകാതിരിക്കുന്നത് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട വെൽനസ് പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും ചെയ്യുക. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഇത് മൂന്നോക്കെയായോ? ഫസ്റ്റ് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന് നമുക്ക് കൊടുക്കുന്ന അല്ലെ ബെനിഫിറ്റ്സുകൾ കൊടുക്കുമ്പോൾ ആ ഒരു എംപ്ലോയറിന് ഒരുപാട് പൈസ ചെലവാകുന്നുണ്ട് അല്ലെ? ചെലവാകുന്നുണ്ടോ? എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ? എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഫണ്ടുകൾ കളക്ട് ചെയ്യുക അല്ലെ? എന്താണ് ചില കമ്പനികൾക്കൊക്കെ എന്ത് ചെയ്യും? കമ്പനികൾക്ക് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ്സുകളൊക്കെ കൊടുക്കാറില്ലേ? ഗ്രാന്റ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗ്രാന്റ്സുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഫണ്ടുകൾ ശേഖരിക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് എംപ്ലോയീസിൽ നിന്ന് തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് കൊടുക്കാലോ ബെനിഫിറ്റ്സുകൾ. നമ്മൾ പല ബെനിഫിറ്റ്സുകളും പറയുന്നുണ്ട് അല്ലെ? കോൺട്രിബ്യൂട്ടറി ബെനിഫിറ്റ്സുകൾ. അപ്പൊ ഈ തൊഴിലുടമയ്ക്ക് ഈ ഇങ്ങനെ കിട്ടുന്ന ആ ഫണ്ടുകള് നമ്മുടെ എംപ്ലോയീസിന് ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ സഹായിക്കുമോ? ഫിനാൻസിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? ഫിനാൻസിങ് സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സുകൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇംപ്രൂവിങ് ക്യാഷ് ഫ്ലോ അല്ലെ? പണമൊഴുക്ക് മെച്ചപ്പെടുത്തുകയും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെയാണത്? രണ്ടാമത് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് ഫേമുകാരും നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റീവ്സും തമ്മിലുള്ള ആ കോമ്പറ്റീറ്റീവ് ബിഡിങ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയേഴ്സിന് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു അല്ലെ? ഇപ്പൊ നമ്മളാണെങ്കിൽ എന്താണ് ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിൽ ഫാരിഷ ആണെങ്കിലും ജോസഫ് ആണെങ്കിലും ഹെലന ആണെങ്കിലും എന്താണ് നമ്മൾ നോക്കുന്നത്? കുറഞ്ഞ പൈസക്ക് നമുക്ക് ക്ലെയിം കൂടുതൽ കിട്ടണം അല്ലെ? കൂടുതൽ എമൗണ്ട് കിട്ടാനല്ലേ നോക്കുക? ആണോ? അപ്പൊ എന്താണ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്കാര് എന്റെ ക്ലെയിം എടുക്കണം, ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്റെ ക്ലെയിം എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇൻഡിവിജ്വൽ എന്റെ ക്ലെയിം എടുക്കണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യും? അവർക്ക് ആ മാസം പേയ്മെന്റ് നടത്തുന്ന ആ തുക അവർ കുറയ്ക്കില്ലേ? റെഡ്യൂസ് ചെയ്യുമല്ലോ. ആ തുക കുറയുന്നതനുസരിച്ചാണ് അല്ലെ ആളുകള് ആ ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുന്നത് അല്ലെ? അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തേർഡ് പാർട്ടി അപ്പൊ അവർക്ക് എന്താണ് കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ക്ലെയിം കൊടുക്കുന്ന കമ്പനിയിൽ ഇൻഷുറൻസ് കമ്പനികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ എംപ്ലോയീസിന് ആ തൊഴിലുടമയ്ക്ക് അത്രയും എമൗണ്ട് അടച്ചാൽ മതിയല്ലോ. കുറവ് എമൗണ്ട് അടച്ചാൽ മതി അല്ലേ? വലിയ എമൗണ്ട് അടക്കുന്നതിന് പകരം ചെറിയൊരു എമൗണ്ട് അടച്ചാൽ മതി അല്ലേ?
അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കുകയാണോ? അവർക്ക് ചെലവാകുന്ന മെഡിക്കൽ ക്ലെയിമിന്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന പൈസ കുറയല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇൻഷുറൻസ് ഫേമുകാരും തമ്മിലുള്ള ആ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ബിഡിങ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വെൽനെസ് അല്ലെ, അവർക്ക് ക്ഷേമം, അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ എന്താണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ ക്ലെയിമുകളെ നമുക്ക് കുറയ്ക്കാനായിട്ടും അതുമൂലം അവർക്ക് ഉണ്ടാകുന്ന അല്ലെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ റിസ്കുകൾ വന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ആബ്സെന്റീസം കുറയ്ക്കാനായും സാധിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? മൂന്നെണ്ണം ഓക്കെയാണോ? ഒന്നുകൂടി പറയണം. ഏതാണ് ഷബ്ല? ഏതാണ്? തേർഡ് വൺ. തേർഡ് വൺ എന്ന് പറയുന്നത് ഇപ്പൊ വലിയ മെഷീനറീസിന്റെ അടുത്ത് നിന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അപ്പൊ ആ ഒരു മെഷീനറീസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അപകടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണോ? സാധാരണ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനേലും കൂടുതൽ റിസ്ക് ആണ് അല്ലെ എക്യുപ്മെന്റുകളുടെ അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള റിസ്ക് സംബന്ധമായിട്ടുള്ള മേഖലകളിലെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരെ സഹായിക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് കൊണ്ടുവരുന്നത് അവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ സാധിക്കാലോ. നമ്മ കഴിഞ്ഞ ദിവസം എടുത്തപ്പോ അതിലുണ്ടായിരുന്നു ആ ഒരു ഏരിയാസ് എന്താണ് ബൗണ്ടറി ഒക്കെ തീർത്ത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് മോക്ക് ഡ്രില്ലുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് എന്താണ് ഏകദേശം ഒരു ധാരണ കിട്ടാണ് അല്ലെ, അവിടെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ധാരണ കിട്ടുന്നുണ്ടാവും. ആ ഒരു മെഷീനറീസിന്റെ ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്നുണ്ടോ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ? അപ്പൊ നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ കുറയ്ക്കാലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്കുകൾ കുറയ്ക്കാലോ. അപ്പൊ എന്താണ് അങ്ങനെ എംപ്ലോയീസിനെ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവയർനെസ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്താണ് മോക്ക് ഡ്രില്ലുകൾ കൊടുക്കുക അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് അതുമായി ഈ എംപ്ലോയീസിനെ അസിസ്റ്റന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമുകളല്ലേ, അവരുടെ ക്ഷേമത്തിനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള പരിപാടികളല്ലേ അതൊക്കെ, ട്രെയിനിങ്ങുകള്, മോക്ക് ഡ്രില്ലുകള് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകള് കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് നമുക്ക് ഭാവിയിൽ കൊടുക്കേണ്ടി വരുന്ന മെഡിക്കൽ ക്ലെയിമുകൾ കൊടുക്കാലോ. അവർക്ക് അപകടങ്ങൾ പറ്റിയാലും മാത്രം, അല്ലെങ്കിൽ അവർക്ക് പരിക്കുകൾ പറ്റിയാലും, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ മാത്രമല്ലേ നമ്മ മെഡിക്കൽ ക്ലെയിം കൊടുക്കേണ്ടതുള്ളൂ, ആണോ? അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയി അസിസ്റ്റന്റ് വെൽനസ് പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെ അവരുടെ ഫ്യൂച്ചറിൽ ഭാവിയിൽ വരുന്ന എംപ്ലോയീസിന് കൊടുക്കേണ്ടി വരുന്ന മെഡിക്കൽ ക്ലെയിംസുകളും ആബ്സെന്റീസും നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആയോ ഷബ്ല? നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കൺസിഡറിങ്, ഇപ്പൊ നമ്മ പറയാറുണ്ട് അല്ലെ വെന്റിലേഷൻ, ആവശ്യത്തിന് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ലേ? എയർ ഹോസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറില്ലേ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആവശ്യത്തിന് സേഫ്റ്റി, അവർക്ക് സേഫ്റ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാ കമ്പനിയിലും ഉണ്ടാവുക അല്ലെ. അതൊക്കെ എന്താണ് അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് അല്ലെ, മുൻകരുതലല്ലേ. വെന്റിലേഷന്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്,
പിന്നെന്താണ് ഫയറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ? എമർജൻസി എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ഏരിയാസ് ഒക്കെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ എന്താണ് നമുക്കിടെ എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമുകളല്ലേ? അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ? ആരോഗ്യം ഫസ്റ്റ് എയ്ഡുകള് അല്ലേ? അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ളതാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് എംപ്ലോയീസിനെ അസിസ്റ്റന്റ് ചെയ്യുന്നതിനും അവരുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന മെഡിക്കൽ ക്ലെയിംസുകൾ കുറയ്ക്കാനും അവർക്ക് വരുന്ന ആബ്സെന്റീസും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് considering the most plans which are formulated by the employers also cover the dependents. The awareness has also increased with respect to informing the dependents of the employees about the different types of benefit plan organized by the firm. നമുക്കറിയാം ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളിൽ അല്ലെ നമ്മുടെ എംപ്ലോയീസിനെ മാത്രമാണോ ഉൾപ്പെടുത്തുന്നത്? ആണോ? അല്ല, അവരുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ അല്ലെ? അവരെ ആശ്രിതരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? വൈഫിനെ, ഫാമിലീസിനെ, പാരന്റ്സിനെ അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ടുള്ള നോളജ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവരുടെ ഫാമിലിക്കും കൂടി അറിയണോ? അറിയണം അല്ലെ? ആ ബെനിഫിറ്റ്സുകൾ അവർക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം അല്ലെ? അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്നൊക്കെ അവർക്കും കൂടി അറിയണ്ടേ? എന്താണ് കൺസിഡറിങ് ദ മോസ്റ്റ് പ്ലാൻസ്, മിക്ക പ്ലാൻസും നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സിലെ മിക്കതും എന്താണ് അവരുടെ ആശ്രിതരെയും കൂടി അല്ലെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയെയും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ഈ ബെനിഫിറ്റ്സുമായി വേരിയസ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് അല്ലെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും എന്താണ് അവരുമായി ബന്ധപ്പെട്ടവർക്കുള്ള ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ടുള്ള അറിവ് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നതൊക്കെ ഫോർ എക്സാമ്പിൾ ഇൻ ബെനിഫിറ്റ് ഓറിയന്റേഷൻ സ്പൗസ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് അല്ലെ? ഇപ്പൊ എന്താണ് ഒരു ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട് അല്ലെ? ക്ലാസ്സുകൾ കൊടുക്കാറില്ലേ? അവയർനെസ് ക്ലാസ്. ഇന്ന ബെനിഫിറ്റ്സ് ആണ്, ഓരോ ബെനിഫിറ്റ്സും എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ കൊടുക്കും അല്ലെ? അവയർനെസ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക, ആ എംപ്ലോയീസിന്റെ സ്പൗസിനെ കൂടി അല്ലെ? ഇപ്പൊ ഹസ്ബൻഡ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ വൈഫിനെ ഉൾപ്പെടുത്തുക. വൈഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഹസ്ബൻഡിനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവയർനെസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെയാണോ? നമുക്ക് എന്താണ് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മിക്ക ബെനിഫിറ്റ്സുകളിലും അവരുടെ എന്താണ് ഡിപ്പെൻഡന്റ് ആശ്രിതരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുമായി ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കും കൂടി ആവശ്യമാണ്. അത് അവർക്ക് കൂടി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബെനിഫിറ്റ്സുകൾ മനസ്സിലാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ക്ലാസ്സുകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എന്താ പറയുന്നത് നോക്കിയേ. ഏർലിയർ not much attention was paid towards communicating different types of benefits plan to the employees by the employer അല്ലെ? മുമ്പ് ഏർലിയർ അല്ലെ, മുമ്പ് എന്താണ് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ എംപ്ലോയേഴ്സും തമ്മിൽ ഇങ്ങനെ ആ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ച് കൂടുതൽ എന്താണ് ആശയവിനിമയം നടത്തുന്നതിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല.
ഓക്കെ ആണോ? ഇപ്പൊ നമ്മ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് തന്നെ നമ്മളെ അടുത്ത് അവര് പറയാറുണ്ട് അല്ലെ, ഇന്ന ബെനിഫിറ്റ്സുകള് നമ്മ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെന്ന് പറയാറുണ്ടോ? ഇല്ലേ? കമ്പനികൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ പക്ഷെ ഇതിൽ എന്താണ് പറയുന്നത്, പണ്ട് ഏർലിയർ മുമ്പ് എന്താണ്, എംപ്ലോയീസിന് ഈ എംപ്ലോയർ തൊഴിലുടമ എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സുകളെ കുറിച്ചുള്ള ഒരു ആശയവിനിമയം, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാറില്ല. അതിന്റെ മെയിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? The main attitude behind this was the employers thought that any kind of benefits which is provided to the employees will be appreciated them. അപ്പൊ ആ തൊഴിലുടമ അന്ന് ആ തൊഴിലുടമ വിചാരിച്ചിരുന്നത് എന്താണ്, നമ്മ എന്ത് ബെനിഫിറ്റ്സുകൾ അവർക്ക് കൊടുത്താലും അവർക്ക് അതെന്താണ്, സ്വീകാര്യമായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. അതാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ആ തൊഴിലുടമയ്ക്കിടയിൽ ഉണ്ടായത്. ഇപ്പൊ ചിലപ്പോ നമുക്ക് എംപ്ലോയർ തരുമ്പോ അവര് വിചാരിക്കുന്നുണ്ട് അല്ലെ, വിചാരിക്കുന്നുണ്ടാവും എന്താണ്, ഇത് എംപ്ലോയീസിന് കൊടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് അല്ലെ, വേജസ് കൂടാതെ കൊടുക്കുന്ന എക്സ്ട്രാ ആനുകൂല്യാണോ? അത് അവര് ഔദാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ, അത് അവര് ഔദാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ അവര്, അല്ലെ? അവരാണ് പൈസ കോസ്റ്റ് എക്സ്പെൻസ് ചെലവാക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ബെനിഫിറ്റ്സ് കൊടുത്താലും അവർക്ക് അത് സ്വീകാര്യമായിരിക്കും എന്നാണ് അവര് വിചാരിച്ചിരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, the literature prepared by the insurance company for a coverage was the only available information which was provided to the employees. നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് ആ ബെനിഫിറ്റ്സുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്ന ആകെയുള്ള ഒരു ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുന്ന ലിറ്ററേച്ചേഴ്സ് ഉണ്ട് അല്ലെ. നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അവര് നമുക്ക് തരാറില്ലേ, പ്രോസ്പെക്ട് പോലെ അല്ലെ, ഇത്ര രൂപ വരെ ക്ലെയിം തരും അല്ലെ, ഇന്ന ഇതിനാണ് ഇത്ര രൂപ ക്ലെയിം തരുന്നതെന്നൊക്കെ പറഞ്ഞ് ലിറ്ററേച്ചർ തരാറില്ലേ? ആദ്യം തന്നെ ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടോ? അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സിന് ഇൻഷുറൻസ് കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ലിറ്ററേച്ചർ മാത്രമാണ് നമ്മുടെ എംപ്ലോയീസിന് ബെനിഫിറ്റ്സുകളെ കുറിച്ച് അറിയുന്ന ആകെ കൂടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വേറെ ഒരു ആനുകൂല്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ബട്ട് ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഇന്ന് അങ്ങനെയാണോ? This situation has changed significantly. ഇന്ന് എന്താണ്, ആ ഒരു പ്രവണതയ്ക്ക് മാറ്റങ്ങൾ വന്നു അല്ലെ, ചേഞ്ചസ് വന്നു, ക്രമേണ ചേഞ്ചസ് വന്നു. The different types of information related to benefit plan are required to be given to the employees by the employer according to the legal framework. അല്ലെ, നിയമപരമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ചും ആനുകൂല്യങ്ങളെ കുറിച്ചും നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിലുടമ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുന്നു. ഓക്കെയാണോ? പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത്, apart from this, most of the employers found that the employees are not serious about the different type of benefit plans, and they do not understand the significance of these benefits plans for themselves and their families. Apart from this, ഇതിന് പുറമെ എന്താണ് നമ്മുടെ എംപ്ലോയേഴ്സ് തൊഴിലുടമ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അവർ കണ്ടെത്തിയത്? The employees are not serious about the different types of benefit plan. എന്താണ്, ആ തൊഴിലുടമ നൽകുന്ന ബെനിഫിറ്റ് പ്ലാനിനെ കുറിച്ച് നമ്മുടെ തൊഴിലാളികൾ ഒട്ടും സീരിയസ് അല്ലാന്ന് അല്ലെ.
നമുക്ക് ആ തൊഴിലുടമ കൊടുക്കുന്ന വ്യത്യസ്ത തരം ആനുകൂല്യങ്ങളില് നമ്മുടെ തൊഴിലാളികള് ഒട്ടും ഗൗരവമില്ലെന്നും ആ ബെനിഫിറ്റ്സ് കൊണ്ടുള്ള എന്താണ് ബെനിഫിറ്റ്സ് കൊണ്ടുള്ള ഗുണം ആർക്കാണ്? എംപ്ലോയി ബെനിഫിറ്റ്സിന് കൊണ്ടുള്ള ഗുണം ആർക്കാണ്? എംപ്ലോയർക്കാണോ? എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കാണോ? എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കുമാണോ? എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ടുള്ള ലാഭം ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ എംപ്ലോയേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ എംപ്ലോയീസിന്, നമ്മുടെ ഈ എംപ്ലോയീസിന് തൊഴിലാളികൾക്ക് ഈ തൊഴിലുടമ നൽകുന്ന വ്യത്യസ്ത തരം ആനുകൂല്യങ്ങളെ കുറിച്ച് അവർക്കൊരു ഗൗരവമില്ലെന്നും കൂടാതെ അവർ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ കൊണ്ടുള്ള ഗുണം അവർക്കും അവരുടെ ഫാമിലിക്കുമാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ലെന്നും കണ്ടെത്തി. ഓക്കെയാണോ? ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ ഓക്കെ ആയിരിക്കും അല്ലെ? ഓക്കെ ആയിരിക്കോ? നിങ്ങൾ എന്ത് വിചാരിക്കും? കിട്ടുന്നതായില്ലേ? നിങ്ങൾ തർക്കിക്കാൻ പോവോ? ഇല്ല അല്ലെ? നമുക്ക് കിട്ടുന്നതായി എന്നുള്ള രീതിയാണ്. എന്താണ് നമുക്ക് സാലറി കൂടാതെ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് അല്ലെ? അപ്പൊ എന്താ, തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് അവർക്ക് ഗൗരവമില്ലെന്നും ആ ആനുകൂല്യങ്ങളെ കൊണ്ട് അവർക്കും അവരുടെ ഫാമിലീസിനാണ്, കുടുംബത്തിനാണ് എന്താണ് ഗുണമെന്ന് മനസ്സിലാക്കുന്നില്ലെന്നും തൊഴിലുടമ കണ്ടെത്തി. ഓക്കെയാണോ? ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ പോയാൽ ചോദിക്കാറുണ്ടോ, എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടണം എന്ന് നിങ്ങൾ വാദിക്കാറുണ്ടോ? വാദിക്കോ? ഇല്ല അല്ലെ? നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടും അല്ലെ? സാറ്റിസ്ഫൈ ആകും അല്ലെ? അതെന്താണ്? നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മ ചോദിച്ചു വാങ്ങില്ലേ? ക്വാർട്ടേഴ്സ് വേണമെന്ന് നമ്മ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മ ചോദിച്ചു വാങ്ങോ? ചോദിച്ചു വാങ്ങും അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് നമ്മുടെ എംപ്ലോയീസ് എത്രത്തോളം ഗൗരവം നൽകുന്നുണ്ടെന്നും ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ട് അവർക്കും അവരുടെ ഫാമിലിക്കാണ് ഗുണമെന്നും മനസ്സിലാക്കുന്നില്ലെന്നും എംപ്ലോയേഴ്സ് കണ്ടെത്തി. നെക്സ്റ്റ് എടുക്കട്ടെ. Moreover, the cost which is incurred by the employer is not recognized by them. അല്ലെ? എന്താണ്? മാത്രമല്ല തൊഴിലുടമ വഹിക്കുന്ന ചെലവുകള് അവർ തിരിച്ചറിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ നമുക്ക് ബെനിഫിറ്റ്സുകൾ തരാൻ വേണ്ടി എംപ്ലോയർ ഇത്രയും എക്സ്പെൻസ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? നമ്മ അതിന്റെ പിന്നില്, നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നതിന്റെ പിന്നില് നമ്മുടെ എംപ്ലോയർ, നമ്മുടെ തൊഴിലുടമ എത്രത്തോളം അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവോ? നമ്മ അത് ചിന്തിക്കാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? മാത്രമല്ല എന്താണ് തൊഴിലുടമ, moreover the cost which is incurred by the employer is not recognized them. അല്ലെ? എന്താണ്? തൊഴിലുടമ വഹിക്കുന്ന ചെലവ് നമ്മുടെ എംപ്ലോയീസ് തിരിച്ചറിയുന്നില്ല. The dissatisfaction which arises due to different types of misunderstanding regarding the benefits plans can be reduced significantly with the help of effective communication. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിലൂടെ കുറയ്ക്കാൻ സാധിക്കും? ആ ബെനിഫിറ്റ്സ് കൊണ്ടുള്ള ഗുണങ്ങള് നമ്മുടെ എംപ്ലോയീസിന്റെ ഫാമിലിക്കും എംപ്ലോയീസ് തന്നെയാണ്. നമ്മുടെ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ എംപ്ലോയർ ഒരുപാട് എക്സ്പെൻസ് ചെലവാക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? നല്ലൊരു
കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സാധിക്കോ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ എന്താണ്? ആനുകൂല്യ പദ്ധതികളെ കുറിച്ചുള്ള വ്യത്യസ്ത തരം അല്ലെ, നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളായിരിക്കും അല്ലെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കോ? ചിലപ്പോൾ വിചാരിക്കും അല്ലെ, നമ്മൾ വിചാരിക്കും ഗവൺമെന്റിൽ നിന്ന് അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കുന്നുണ്ട് അല്ലെ, പൈസ ലഭിക്കുന്നുണ്ടാവും നമുക്ക് ബെനിഫിറ്റ്സ് തരാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും അല്ലെ, ഇൻകം കൂടുതലായിരിക്കും എന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവോ? നമുക്കിടയില്ല. അപ്പൊ എന്താണ്? നമ്മുടെ ആനുകൂല്യ പദ്ധതികളെ കുറിച്ച് നമ്മുടെ തൊഴിലാളികൾക്കിടയിലുള്ള എന്താണ് തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലൂടെ നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? Okay. Next, this can also help decrease the employee turnover based upon the degree to which the employee understands the real value of the benefits plan. അല്ലെ, ഈ ആനുകൂല്യ പദ്ധതികളുടെ എന്താണ് എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കുന്ന ആനുകൂല്യ പദ്ധതികളുടെ യഥാർത്ഥ മൂല്യം അല്ലെ, അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ജീവനക്കാർക്ക് മനസ്സിലാകുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവനക്കാരുടെ ആശയക്കുഴപ്പം കുറയ്ക്കാൻ സഹായിക്കും. ഇല്ലേ? നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ആ ഒരു ബെനിഫിറ്റ്സ് പ്ലാനുകളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആശയക്കുഴപ്പം കുറയുന്നില്ലേ? മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറച്ചൂടെ. അപ്പൊ ഇതെന്താണ്? ഈ ആനുകൂല്യ പദ്ധതികളുടെ യഥാർത്ഥ മൂല്യം അല്ലെ, അതുകൊണ്ട് എത്രത്തോളം അവർക്ക് വാല്യൂ ഉണ്ട് എന്ന യഥാർത്ഥ മൂല്യം ജീവനക്കാർക്ക് മനസ്സിലാക്കുന്നതിന് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ജീവനക്കാരുടെ ആശയക്കുഴപ്പവും നമുക്ക് കുറയ്ക്കാനായി സഹായിക്കുന്നു. ഓക്കെയാണോ? അതായത് നമ്മൾ ശരിയായ രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ എംപ്ലോയീസുമായിട്ട് ഈ വ്യത്യസ്ത തരം ആനുകൂല്യങ്ങളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് at the same time, അതേസമയം the significance of communication for gaining support of employees is also recognized by the employees so that the attempts to cost containment become a success. അല്ലെ, എന്താണ്? അതേസമയം തൊഴിലുടമകളുടെ പിന്തുണ നേടുന്നതിനാൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ജീവനക്കാർ തിരിച്ചറിയുന്നതിലൂടെ അവർക്ക് എന്താണ്? ചെലവ് നിയന്ത്രിക്കാനുള്ള ശ്രമവും വിജയിക്കുന്നു അല്ലെ. നമ്മുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മുടെ എംപ്ലോയീസ് മനസ്സിലാക്കി കഴിഞ്ഞാല് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചെയ്യാലോ, നമുക്ക് ചെലവ് നിയന്ത്രിക്കാലോ അല്ലേ. ഇഫക്റ്റീവ് ആയ രീതിയിൽ നമ്മ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടാണ്? നമ്മുടെ ബെനിഫിറ്റ്സ് പ്ലാനുകളെ കുറിച്ച് ഒരു അറിവ് കിട്ടാണ് അല്ലെ. ആണോ? അപ്പൊ തൊഴിലാളികളുടെ സപ്പോർട്ട് കിട്ടോ തൊഴിലുടമയ്ക്ക്? ആ ബെനിഫിറ്റ്സ് പ്ലാന് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നതില് നമ്മുടെ എംപ്ലോയറിന് തൊഴിലുടമയ്ക്ക് തൊഴിലാളികളുടെ സപ്പോർട്ട് കിട്ടോ, പിന്തുണ കിട്ടോ? അങ്ങനെ പിന്തുണ കിട്ടുന്നതിലൂടെ നമുക്ക് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചെയ്യാലോ, ചിലവ് നിയന്ത്രിക്കാലോ, തൊഴിലുടമയ്ക്ക് വരുന്ന ചിലവ് നിയന്ത്രിക്കാലോ. ഒന്നുകൂടി പറയാം. എന്താണ് ഇതിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ മിസ് തിരിച്ചു പറയുന്നത്. നമ്മൾ ശരിയായ ഇഫക്റ്റീവായ രീതിയിൽ തൊഴിലാളികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം കിട്ടുന്നുണ്ടോ? ഒരറിവ് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്നതിലൂടെ എന്താണ്? നമ്മുടെ തൊഴിലുടമയ്ക്ക് തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് കിട്ടാണോ?
കിട്ടാണോ? നമ്മളെടുത്ത് കറക്റ്റ് ആയ രീതിയിൽ അവരൊക്കെ അതിനെ കുറിച്ച് പറയാണ്. അവർക്ക് നമ്മുടെ തൊഴിലുടമയ്ക്ക് ഇത്ര എക്സ്പെൻസ് ആവും, അത് എക്സ്പെൻസ് ആയാലും നമ്മുടെ തൊഴിലാളികൾക്ക് അതുകൊണ്ട് ഇന്ന ഗുണങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാല് തൊഴിലുടമയ്ക്ക് തൊഴിലാളികളിൽ നിന്ന് ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ? സപ്പോർട്ട് കിട്ടോ? കിട്ടും അല്ലേ? അപ്പൊ അതുമൂലം അവർക്ക് ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കോ? തൊഴിലുടമയുടെ ചെലവ് ഈ തൊഴിലാളികൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കോ? സാധിക്കും അല്ലെ? പല ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ വരും അല്ലെ? അപ്പൊ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്തിട്ട് പല മാർഗങ്ങളിലൂടെ അവർക്ക് ചെലവ് നിയന്ത്രിക്കാലോ. നമ്മുടെ തൊഴിലാളികളിൽ നിന്നുള്ള ഒരു കോപ്പറേഷൻ അല്ലെ, സഹകരണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ചെലവ് നിയന്ത്രിക്കാലോ അവർക്ക്. തൊഴിലാളികളുടെ ഒരു ഈ നമ്മുടെ ബെനിഫിറ്റ്സുകളെ കുറിച്ച് ശരിയായ ആശയവിനിമയം നടത്തുന്നതിലൂടെ തൊഴിലാളികൾക്ക് ആ ബെനിഫിറ്റ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ തൊഴിലുടമയ്ക്ക് തൊഴിലാളികളെ സപ്പോർട്ട് കിട്ടുകയും ഇതുമൂലം എന്താണ് ഈ നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ് നിയന്ത്രിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? അതാ ചോദിച്ചേ, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് as employees are provided with more choices in respect to their own benefits, the importance of benefits of communication is increasingly essential. എന്താണ്? എംപ്ലോയീസിന് നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, എംപ്ലോയീസിന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ പ്രാധാന്യം എന്താണ്? ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോയ്സസ് നൽകുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, പലതരത്തിലുള്ള ഡിഫറെന്റ് ബെനിഫിറ്റ്സുകളാണ് അല്ലെ എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ബെനിഫിറ്റ്സുകൾ തിരഞ്ഞെടുക്കുന്നതില് നമ്മുടെ എംപ്ലോയീസിന് ചോയ്സ് തിരഞ്ഞെടുക്കാൻ അവർക്ക് തന്നെ അനുവാദം കൊടുക്കുമ്പോൾ ഈ ആനുകൂല്യ പദ്ധതികളെ കുറിച്ച് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയത്തിന്റെ പ്രാധാന്യം കൂടുതൽ അനിവാര്യമാണ് അല്ലെ? കൂടുതൽ ഇമ്പോർട്ടന്റ് ഉണ്ട് അവിടെ. ഇപ്പൊ എംപ്ലോയീസിന് ഏത് ബെനിഫിറ്റ്സ് നമുക്ക് ഒരുപാട് ഒരു 10-25 ബെനിഫിറ്റ്സുകൾ പറയുന്നുണ്ട്. ആ ബെനിഫിറ്റ്സുകൾ ഓരോ എംപ്ലോയീസിനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ 25 ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ എംപ്ലോയീസിന് ഒരു അറിവ് വേണോ? എന്നാലല്ലേ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ആണോ? അല്ലേ? അപ്പൊ അവിടെ ഒരു ആശയവിനിമയത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അല്ലേ? ആ ഒരു എംപ്ലോയീസിന് ബെനിഫിറ്റ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ആശയവിനിമയം വേണ്ടേ? അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാകണം അല്ലെ? ഓരോ ബെനിഫിറ്റ്സിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്സുകൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് ആനുകൂല്യങ്ങളില് അവർക്ക് ഏതാണെന്ന് ചോയ്സ് കൊടുക്കുമ്പോൾ എന്താണ് ഒന്നുകൂടെ മിസ് പറയാം. ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ അവർക്ക് തന്നെ ചോയ്സ് കൊടുക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ആശയവിനിമയം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെയാണോ? അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ അവര് സെലക്ട് ചെയ്തതില് ഭൂരിഭാഗം അവർക്ക് ആപ്റ്റ് അല്ലാത്തതായിരിക്കും അല്ലെ? അവർക്ക് ഉചിതമല്ലാത്തതായിരിക്കും അവര് സെലക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ട് അവർക്ക് വരുന്ന ലാഭമുണ്ടോ? വല്ല ലാഭമുണ്ടോ? അഡ്വാൻറ്റേജ് ഉണ്ടാവും അവർക്ക്? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ? ക്ലിയർ ആയോ? സ്വന്തം ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് സ്വന്തം ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോയ്സ് നൽകുമ്പോൾ ഈ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആശയവിനിമയത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അല്ലെ, പ്രാധാന്യം എന്തൊക്കെയാണ്? ഫോളോയിങ് ഫാക്ടേഴ്സ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. താഴെ തന്നിരിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങള് എംപ്ലോയി ബെനിഫിറ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അല്ലെ, ഹൈലൈറ്റ് ചെയ്യുന്നു. നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ഘടകങ്ങള് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് ആണോ? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണോ കൊടുക്കുന്നത് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ? ആണല്ലേ. അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് നൽകാണ് അല്ലെ, ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാണോ അല്ലേ? അപ്പൊ നോക്കിയേ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഡയറക്ട്ലി ഓൺ ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട് അല്ലെ. എന്താണ് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്? നേരിട്ടും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മുടെ എംപ്ലോയീസിനെ ഫിനാൻഷ്യലി അല്ലെ, സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കുന്നു. ഇപ്പൊ നമുക്ക് പൈസ കൊടുക്കുന്നതിന് പകരം അല്ലെ, അവർക്ക് ഇങ്ങോട്ട് വരുന്നതിനുള്ള കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്താല് അതിന്റെ ആ ചെലവ് കുറയ്ക്കല്ലേ? സാമ്പത്തിക ചെലവ് കുറയ്ക്കാണ് അല്ലെ. ആണോ? അവര് ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യാം, കമ്പനിയില് ക്യാൻറ്റീൻ കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക. അപ്പൊ അതെന്താണ്, അത് അവരെ സപ്പോർട്ട് ചെയ്യല്ലേ? ഫുഡുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന എക്സ്പെൻസ് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകള് എംപ്ലോയീസിന് നേരിട്ടും അല്ലാതെയും അവരുടെ എന്താണ് സാമ്പത്തികപരമായിട്ട് തൊഴിലാളികളെ സഹായിക്കുന്നു. നോക്കിയേ, മെഡിക്കൽ അസിസ്റ്റൻസ് അല്ലെ, ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ക്ലെയിം കൊടുക്കുക. കൺസ്യൂമർ സൊസൈറ്റീസ് അല്ലെ, അപ്പൊ അവർക്ക് കുറച്ച് പൈസക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും അല്ലെ. കൺസ്യൂമർ സൊസൈറ്റിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. പിന്നെ എന്താണ്, ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് കൊടുക്കുക അല്ലെ, നിയമപരമായിട്ടുള്ളതും വിദ്യാഭ്യാസമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുക. സച്ച് ബെനിഫിറ്റ്സ് റിസൾട്ട് എ substantial saving which can be invested for financial security after recruitment അല്ലെ. ഇതെന്താണ്, അവർക്ക് ഗണ്യമായിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ സേവിങ്, ഗണ്യമായിട്ടുള്ള സമ്പാദ്യം നൽകുന്നുണ്ടോ? അവർക്ക് ആ പൈസ സേവ് ചെയ്യാൻ സാധിക്കല്ലേ അല്ലേ? അവർക്ക് വരുന്ന എന്താണ് ലീഗലായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പരമായിട്ട് അതല്ലെങ്കിൽ അവരുടെ എന്താണ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ എക്സ്പെൻസ് കുറച്ച് ആ പൈസ അവർ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്, ആ ഒരു കമ്പനിയില് അവരുടെ റിക്രൂട്ട്മെന്റിന് ശേഷം അല്ലെ, ആ ഒരു എംപ്ലോയറിന്റെ റിക്രൂട്ട്മെന്റിന് ശേഷം അവർ സാമ്പത്തികമായിട്ട് സുരക്ഷ നൽകാനായി സഹായിക്കുന്നു. സാമ്പത്തിക സുരക്ഷയ്ക്കായി ഇവർക്ക് കിട്ടുന്ന ഈ ഒരു പൈസ അവർക്ക് നിക്ഷേപിക്കാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലർക്ക് എന്താണ് ദൂരെയൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ആ ഒരു കമ്പനി അലൗ ചെയ്യും. അങ്ങനെ അലൗ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എന്താണ്, നമ്മുടെ സേവിങ്സ് ആണ് അല്ലെ. നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ ചെലവ് വരുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഫുഡ് കിട്ടുന്നുണ്ട്, താമസിക്കാൻ സൗകര്യം കിട്ടുന്നുണ്ട് അല്ലെ, ജോലിക്ക് പോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷനും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെ നിന്നാ ചെലവ് വരുന്നത്? അപ്പൊ നമുക്കത് സേവ് ചെയ്തൂടെ? അപ്പൊ ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന കമ്പനിയിൽ നിന്ന് തൊഴിലാളികൾ കൊഴിഞ്ഞു പോവോ? വേണ്ടാന്ന് വെച്ച് പോവോ? ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് അട്രീഷൻ റേറ്റ്, നമ്മുടെ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക്, അതായത് അവർ ആ ഒരു കാലയളവ് എത്തുന്നതിന് മുമ്പ് അവരവിടെ നിന്ന് പോകുന്നത് കുറയ്ക്കാനായി സാധിക്കുന്നു. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് അല്ലെ. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്? നമ്മളുടെ എംപ്ലോയറിനോട്, നമ്മുടെ എംപ്ലോയീസിനൊരു
കമ്മിറ്റ്മെന്റ് തോന്നാണോ? ബാധ്യത അല്ലെ, ഒരു കമ്മിറ്റ്മെന്റ് തോന്നാണ് അല്ലെ? ആണോ? നമുക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ തരുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ എന്താ ഫ്രിഞ്ച് ബെനഫിറ്റ്സ് നമ്മുടെ വർക്കേഴ്സിന് അവിടെ തൊഴിലുടമയോട് ഒരു ലോങ് ടേം ദീർഘകാലത്തെ ഒരു കമ്മിറ്റ്മെന്റ് തോന്നിക്കാനായി സഹായിക്കുന്നു. ദിസ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് അല്ലെ? ഇതെന്താണ്? നമ്മുടെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ, റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നതിനുള്ള കോസ്റ്റ് കുറയ്ക്കാനായി സാധിക്കുന്നു. നമുക്ക് കൂടുതലായിട്ടും ട്രെയിനിങ്ങും അത് കൊടുക്കുന്നത് ആർക്കാ? പുതിയ സ്റ്റാഫുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോഴാണ് അല്ലെ കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നത്, ആണോ? പിന്നെ എന്താണ്, നമ്മുടെ എംപ്ലോയീസ് പോകുമ്പോഴല്ലേ നമുക്ക് പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരുള്ളൂ, തെരഞ്ഞെടുക്കേണ്ടി വരുള്ളൂ. അപ്പൊ ആളുകൾ അവിടെ നിന്ന് പോകില്ലെങ്കിൽ, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റ് കോസ്റ്റും കുറയ്ക്കാനോ എംപ്ലോയേഴ്സിന്, ഓർഗനൈസേഷന്. അപ്പൊ അതാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ചെലവാകുന്നതും റിക്രൂട്ട്മെന്റിന് വേണ്ടി ചെലവാകുന്നതുമായിട്ടുള്ള ചിലവ് കുറയ്ക്കാനായി സഹായിക്കുന്നു. Fringe benefits are key factors that have a bearing on the employee's decision to leave or continue with his employer അല്ലെ? എന്താണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്? കീ ഫാക്ടർ ആണ്, പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസ് ഡിസിഷൻ എടുക്കാണ് അല്ലെ? അവിടെ തന്നെ ആ ഒരു കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ തുടരണോ, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോണോ അല്ലെ, ജോലി ഒഴിവാക്കി പോണോ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള ഒരു പ്രധാന ഘടകമാണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ്. നമ്മൾ ചിലര് പറയാറുണ്ട്, ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇനി യാതൊരു ബെനിഫിറ്റ്സും കിട്ടാനില്ല, അതുകൊണ്ട് അതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണത്? പറയാറില്ലേ? കേട്ടിട്ടില്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് അല്ലെ? ഇനി അവിടെ നിന്ന് ഇതിൽ കൂടുതൽ ആനുകൂല്യമൊന്നും കിട്ടാൻ പോണില്ല, അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണം തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവരങ്ങനെ പറയുന്നത് എന്താ? ആ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ എന്താണ് നമ്മുടെ തൊഴിലുടമയുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല അല്ലെ? ബെനിഫിറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യാണ്ട് വരുമ്പോഴല്ലേ സാലറി ഇൻക്രിമെന്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് സാലറി ഇൻക്രിമെന്റ് ഇല്ലെങ്കിലും അഡീഷണൽ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടാതാവുമ്പോഴാണ് അല്ലെ? അപ്പൊ എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ നമ്മുടെ തൊഴിലാളികൾക്ക് ആ ഒരു കമ്പനിയിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ അവിടെ നിന്ന് നിർത്തിപ്പോണോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്താനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെ? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ടോ? ഉത്പാദനക്ഷമത കൂട്ടുന്നുണ്ടോ ബെനിഫിറ്റ്സുകള്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ അല്ലെ? ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്നു അല്ലെ? നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തൊഴിലുടമയോട് ഒരു അറ്റാച്ച്മെന്റ് വരും അല്ലെ? മെന്റലി ഒരു അറ്റാച്ച്മെന്റ് വരും, മാനസികമായിട്ട് ഒരു അടുപ്പം വരും അല്ലെ? വരുമോ? വരും. അപ്പൊ നമ്മ എന്താ ചെയ്യുന്നേ? നമ്മ എന്തായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും അല്ലെ? നമ്മുടെ ഭാഗത്ത് നിന്ന് 100% നമ്മ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യും അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? നമ്മുടെ തൊഴിലാളികളുടെ പ്രചോദനം അല്ലെ, മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, help the employees to relax mentally and physically with the scheme like holidays, homes and sports, and impart many other benefits. എന്താണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ എംപ്ലോയർ തൊഴിലുടമ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ് അല്ലെ? ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് അല്ലെ? എന്താണ് നമുക്ക് ഇൻഷുറൻസ് ഒക്കെ തരുന്നത്,
എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണോ? തൊഴിലുടമ നമുക്ക് ഇൻഷുറൻസും ക്ലെയിമും മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ലേ? ആണല്ലേ? അങ്ങനെയുള്ളത് ഹെൽപ്പ് ദ എംപ്ലോയി, നമുക്ക് മെന്റലി ഫിസിക്കലി നമ്മുടെ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ടൂർ പാക്കേജുകൾ അല്ലെ, നമ്മുടെ പിക്നിക്കിന് കൊണ്ടുപോകാം, എന്താണ് ഹോളിഡേ ഹോംസിൽ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് എന്താണ് മാനസികപരമായിട്ടൊരു ഉണർവ് ലഭിക്കാൻ അല്ലെ, എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കുമ്പോൾ അല്ലേ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം ലഭിക്കാണോ? ആണോ? കൂടാതെ ആൻഡ് ഇമ്പാർട്ട് മെനി അതർ ബെനിഫിറ്റ്സ്, കൂടാതെ മറ്റു ആനുകൂല്യങ്ങൾ നമ്മുടെ തൊഴിലാളികൾക്ക് നൽകുന്നതിലൂടെയും നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനല്ല അല്ലെ, അവരുടെ പ്രചോദനം വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഓക്കെ അല്ലേ? തൊഴിലുടമ നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ അല്ലെ, എന്താണ് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, അവരെ റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെ. സെക്കൻഡ് വൺ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് റിലാക്സ് ചെയ്യിക്കാനായിട്ട്? എന്താണ് ഹോളിഡേ ഹോംസിൽ കൊണ്ടുപോവാ, പിക്നിക്കിന് കൊണ്ടുപോകാ, ടൂറ് കൊണ്ടുപോകാ അല്ലെ, സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്പോർട്സ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുന്നതിലൂടെ അവരെന്താണ് മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് വിത്ത് എ ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഹൈലി എഫിഷ്യന്റ് ആൻഡ് പെർഫോം ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി അല്ലെ. എന്താണ് നമ്മൾ പറയാറുണ്ട് അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. 100% എഫക്റ്റീവായി വർക്ക് ചെയ്യാം അല്ലെ. നമ്മുടെ മനസ്സൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെ ടൂർ പാക്കേജ് കൊടുക്കുക, അവരെ റിലാക്സ് ചെയ്യിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ എന്താണ് അവരുടെ മൈൻഡും അവരുടെ ബോഡി എന്താണ് ഫീല് അവർക്ക് നല്ല ഒരു ഫീല് തോന്നാനും അവർക്ക് ഒരു സെക്യൂരിറ്റി സുരക്ഷ തോന്നാനും കാരണമാകുന്നു. ഇതെന്താണ് അവരെ നല്ല കാര്യക്ഷമമായിട്ടും നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നു. നല്ല ക്വാളിറ്റി ഗുണമേന്മയില് അല്ലെ അവര് 100% എഫേർട്ടില് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആർ enthused to improve their abilities and knowledge അല്ലെ. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നല്ല പ്രചോദനം കൊടുക്കുന്ന വർക്കേഴ്സ് എങ്ങനെയായിരിക്കും? അവരവരുടെ കഴിവുകളും അവരുടെ അറിവനുസരിച്ച് പരമാവധി അവർ വർക്ക് ചെയ്യില്ലേ, കൂടുതൽ ഉത്സാഹത്തോടെ വർക്ക് ചെയ്യല്ലേ, അവര് കൂടുതൽ ഉത്സാഹത്തോടെ വർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് എ പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കോ? നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുക, കൂടുതൽ ഉത്സാഹഭരിതരായിട്ട് വർക്ക് ചെയ്യുക, നല്ല മൈൻഡോട് കൂടി വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഉത്പാദനക്ഷമത ബാധിക്കോ? ഇതൊക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കോ? ബാധിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മ കൂടുതൽ ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നതിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പ്രചോദനം കൊടുക്കാനും അവര് 100% എന്താണ് നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി അല്ലെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുകയും അതുമൂലം കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ചില കമ്പനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എംപ്ലോയർ അല്ലെ, നമ്മുടെ തൊഴിലുടമ തൊഴിലാളികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകാണോ? എംപ്ലോയറിനോട് ഒരു കമ്മിറ്റ്മെന്റ് രൂപപ്പെടുകയാണ് അല്ലെ. ആണോ? കമ്മിറ്റ്മെന്റ് രൂപപ്പെടുകയാണ് അല്ലെ. അങ്ങനെ കമ്മിറ്റ്മെന്റ് രൂപപ്പെടുമ്പോൾ അവര് തൊഴില് അവര് ആ ഒരു വർക്ക് അവര് പകുതിക്ക് വെച്ച് നിർത്തി പോവോ? വേണ്ടാന്ന് വെച്ച് പോവോ? അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ അവിടെ നിന്ന് എത്തിക്കോളോ? വേണ്ട അല്ലേ.
വേണ്ട. അപ്പൊ എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു എംപ്ലോയീസ് അല്ലെ, ഒരു തൊഴിലാളി ആ ഒരു കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, തുടരണോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണോ അല്ലെ, നിർത്തി പോകണോ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരാൻ അവരെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആരോ പറഞ്ഞ സെക്കൻഡ് വൺ പറയാനായിട്ട്? ഓക്കെ ആയോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര എടുക്കുന്നുള്ളൂ. സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ എല്ലാവരും നോക്കുക കേട്ടോ.